2023 മോഡൽ MG ഹെക്ടർ ഏറ്റവും ടോപ്പ് വരെ സാവി പ്രോ എന്ന് പറയുന്നത്. സാവി പ്രോ പെട്രോൾ ഓട്ടോമാറ്റിക്. ഒരു 4 ദിവസം മുന്നേ രജിസ്റ്റർഡ് ആയ വണ്ടിയാണിത്. ഓക്കെ, ഇത് 17/8/2023 രജിസ്റ്റർഡ് ആയതാണ്. പ്രീമിയം എന്ന് വെച്ചാൽ ഈ വണ്ടി അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 36 ലക്ഷം രൂപ വിലയുണ്ട്. ഇന്ന് ഈ വണ്ടിക്ക് സ്വാഗതം. സ്വാഗതം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് നോമ്പിന്റെ അവസ്ഥ? എങ്ങനെയുണ്ട്? അടിപൊളിയായിക്കൊണ്ട് നല്ല ഫിക്കറിൽ നോമ്പായിട്ട് പോകുന്നുണ്ട്. നോമ്പ് ഫസ്റ്റ് 10 ദിവസം നോമ്പിന് മാർക്കറ്റിൽ പൊതുവെ എല്ലാ കൊല്ലവും ക്ഷീണം ഉണ്ടാവും. അതേപോലെ ഉണ്ട് നമുക്ക് റോഡ് പണി നടക്കുന്നത് കൊണ്ട് അത് ഏകദേശം കഴിഞ്ഞില്ലേ? ഏകദേശം 90% കഴിഞ്ഞിട്ടുണ്ട്. റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നടക്കാവുള്ള ഷോറൂമിലാണ് നമ്മൾ 10 ലക്ഷത്തിന്റെ മുകളിലോട്ട് ബഡ്ജറ്റ് വരുന്ന വാഹനങ്ങളുടെ ഷോറൂമിലാണ് നടക്കാവ്. ഷമീസ് കാസിൽ. ഓക്കെ, കോഴിക്കോട്. അതെ, ഷമീസ് കാസ്, മറ്റേ പ്രൈഡാണ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ സെഗ്മെന്റും മൂവിങ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതൊക്കെ സെഗ്മെന്റിന് കൂടുതലുണ്ടോ? അല്ല, നമ്മൾ ഇവിടെ കൂടുതൽ 10 ലക്ഷത്തിന് മുകളിൽ വേണ്ടി കൂടുതൽ നമുക്ക് SUV ടൈപ്പ് വാഹനങ്ങളാണ് ഇവിടെ കൂടുതൽ. SUV ടൈപ്പ് തന്നെ അല്ലേ? അതേ വാഹനങ്ങളാണ് നമ്മളെ കൂടുതലായിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോയിൽ നമുക്ക് 90% SUV ടൈപ്പ് വാഹനങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ കാറ് കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ട്. മറ്റേ നമ്മളെ ഓഫ് റോഡ് ആരാ നിൽക്കുന്നത്? രണ്ടുപേരുണ്ടോ? ഓക്കെ ഓക്കെ, ഷമീർ കാര്യമാണ് നമ്മുടെ കൂടെ വീഡിയോയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്തായാലും നോമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെരുന്നാൾ വരും. അപ്പോൾ എല്ലാവർക്കും വണ്ടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു വിലയെ തന്നെ സെറ്റ് ചെയ്ത് റമദാൻ സ്പെഷ്യൽ റേറ്റിൽ കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ തീർച്ചയായും കാണുന്നവർക്ക് എന്തായാലും നിരാശപ്പെടേണ്ടവരുള്ളൂ. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടോ. ബാക്കി ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടു അല്ല വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. നമുക്ക് ആദ്യം ജിംനിയിൽ തുടങ്ങാം. അതിനു മുന്നേ നമ്മുടെ ഗൾഫ് മേഖലയിൽ മൊത്തം യുദ്ധത്തിന്റെ ഒരു രീതിയിലാണ് അല്ലേ? നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ അവിടെ ഉണ്ട്. എല്ലാവരും സേഫ് ആയിരിക്കും വിചാരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് സമാധാന അന്തരീക്ഷം ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ജിംനിയിൽ തുടങ്ങാം. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2023 മോഡല് മാരുതി ജിംനി അൽഫ പ്ലസ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എത്ര? ഇത് കിലോമീറ്റർ 52,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കറക്റ്റ് സർവീസ് ആണ്. 23 അല്ലേ? 12ാം മാസമാണ്. 23 ലാസ്റ്റ് വണ്ടിയാണ്. ഇപ്പോൾ ഒരു 2.25 വർഷമായിട്ടുള്ളൂ ഇറങ്ങിയിട്ടല്ലേ? ഓക്കെ, പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി പുതിയ 4 ടയർ ഇട്ടിട്ടുണ്ട്. എല്ലാ ഭാഗവും ഫിറ്റ് ആയിട്ടുള്ള വണ്ടി. എത്ര വരെ വാറണ്ടി ഉണ്ട്? ഇപ്പോൾ 2026 12ാം മാസം വരെ. 3 വർഷം തന്നെ അല്ലേ? 12ാം മാസം വരെ നിലവിൽ എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും എടുത്തില്ല. നിലവിൽ 3 വർഷം വാറണ്ടി ഉണ്ട്. ഓക്കെ, ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഒരു ക്ലെയിമില്ല. ജിംനി പൊതുവെ ഓട്ടോമാറ്റിക്കിന് അങ്ങനെ മൈലേജ് കിട്ടും? 4x4 ഓട്ടോമാറ്റിക് അല്ല? എൻ്റെ ഇപ്പോൾ 10ന്റെ മുകളിൽ കിട്ടുന്നുണ്ട്. 10-11 ആ റേഞ്ച് കിട്ടുന്നുണ്ട്. കേട്ടോ, 4x4 10 എന്നാലും നമ്മൾ കിട്ടുന്നുണ്ട് ലോങ് പോകുന്ന സമയത്ത്. ഓക്കെ, ആ റേഞ്ച് മൈലേജ് ഉണ്ടാവും. ഈ സാധനം കേരളത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ ഷമീസ് കാസ് തന്നെയാണ്. ഒരുപാട് ജിംനികൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? ജിംനി നമ്മൾ ആദ്യം ഇറങ്ങിയ സമയത്ത് ആ സമയത്ത് നന്നായി പോയി. നല്ല പ്രീമിയം കൊടുത്ത ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജിംനി മാർക്കറ്റ് പെട്ടെന്ന് പൊട്ടി. കാരണം ആദ്യം 1 ലക്ഷം കമ്പനി ഓഫർ ഇട്ടു, പിന്നെ 2 ലക്ഷം ഇട്ടു, പിന്നെ 3 ലക്ഷം ഇട്ടു. ആ ഓഫർ പെട്ടെന്ന് ആയ സമയത്ത് മാർക്കറ്റ് അങ്ങോട്ട് പൊട്ടി. പിന്നെ ജിംനിക്ക് എൻക്വയറി ഇല്ല. ഇപ്പം ഓഫറെല്ലാം പോയപ്പോൾ ഇപ്പം ജിംനിക്കാണ് കിട്ടാനില്ല. ചില വണ്ടികൾ അങ്ങനെ ചില സമയത്ത് ഭയങ്കര മാർക്കറ്റ് ആയിരിക്കും, പിന്നെ ഒരു മാർക്കറ്റ് പൊട്ടും, പിന്നെ ഒരു തിരിച്ചു വരവാണ്. അതേപോലെ തന്നെ നമ്മളെ താറ് ആദ്യം മാർക്കറ്റിൽ 2 വീലർ സമയത്ത് ഭയങ്കര പ്രീമിയത്തിൽ പോയി. റോക്സ് ഇറങ്ങിയ സമയത്ത് ഓരോ പൊട്ടലാണ് പൊട്ടി. ഇപ്പൊ റോക്സിനേക്കാൾ കൂടുതൽ പോണത് അതാ താറാണ്. അതേപോലെയാണ്. ഇതെനിക്ക് തോന്നുന്നു 17 അന്നിറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 19 ലക്ഷം 18 സംതിങ് വില വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 17 ലക്ഷം സംതിങ് ആണ് ഇതിന് വില. ഇതിപ്പോ നമ്മള് നെറ്റ് റേറ്റ് നമുക്ക് ഒരു 12,50,000 രൂപ കൊടുക്കാം. 12.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഇതേപോലത്തെ വണ്ടി നമ്മൾ 13 ലക്ഷത്തിനായിരുന്നു ഇവിടെ ഡീലർമാരൊക്കെ കൊടുത്തോണ്ടിരുന്നത്. 13-13.5 ഒക്കെ വിറ്റ ഡീലർമാരുണ്ട്. ഓക്കെ, മാത്രമല്ല വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. അപ്പൊ നിങ്ങൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കളർ, റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് അല്ലേ? അട്രാക്റ്റീവ് കളറുമാണ്. താല്പര്യം വിളിച്ചോളൂ. ലോണ് ഫുള്ള് ചാൻസ് ഏകദേശം 12 ലക്ഷം എന്തായാലും നമുക്ക് ലോൺ 12 കിട്ടും. ഒരു 50,000 രൂപ നിങ്ങൾ കണ്ടാൽ മതി ഇറക്കി കൊണ്ടുപോകും അല്ലേ? തീർച്ചയായും. ഓക്കെ, ഇപ്പൊ 2 ഥാറ് ഇവിടെ തന്നെ ഉണ്ട്. ഇനി വേറെ ഥാറ് വരാണ്ടോ? 4 ഉണ്ട് നമ്മുടെ 4 കയ്യിലുണ്ട്. 2 ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. റോക്സും ഉണ്ട് അല്ലേ? ഇത് KL41 രജിസ്ട്രേഷൻ ആണ്, ആലുവ. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡൽ 22 രജിസ്ട്രേഷനുള്ള 4x4 താറ്, ഹാർഡ് ടോപ്പ്, പെട്രോൾ, ഓട്ടോമാറ്റിക്. പെട്രോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഹാർഡ് ടോപ്പ് ഓട്ടോമാറ്റിക് വണ്ടി. കിലോമീറ്റർ 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21,000 വലിയ ഓട്ടമല്ല. ആ ഒരു വർഷം സംബന്ധിച്ച് വലിയൊരു ഓട്ടമല്ല. 22 രജിസ്ട്രേഷൻ ആണ്. ലോ കിലോമീറ്റർ തന്നെയാന്ന് പറയാം. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സെക്കൻഡ് ഓണർഷിപ്പിൽ. സെക്കൻഡ് ആയിട്ടുണ്ട്. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വാറണ്ടി ഇല്ല. വാറണ്ടി കൊടുക്കാൻ പറ്റും.
നിലവിൽ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ ഷോറൂം വാറണ്ടി കൊടുക്കാം. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ എന്തായാലും? ഇല്ല, ആക്സിഡന്റ് ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, എത്രയാണ് ചോദ്യം? എത്രയാണ്? നമുക്ക് ഇതും അതേപോലെ തന്നെ ജിംനിയുമായി തന്നെ 12,50,000 രൂപ കൊടുക്കാം. 12.5 ലക്ഷത്തിന് പെട്രോൾ 4x4 ഓട്ടോമാറ്റിക് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ ലോ കിലോമീറ്റർ ഥാർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിലും 12 ലക്ഷം വരെ ലോൺ ചെയ്യാൻ എന്തായാലും കൊടുക്കാം. 21-22 ഉണ്ടല്ലോ, 22 രജിസ്ട്രേഷൻ വണ്ടിയല്ലേ. അടുത്തതും ഥാർ തന്നെ. ഇത് KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2023 മോഡല് ഥാർ 2 വീൽ ഡ്രൈവ് ഡീസൽ മാനുവല്. 2 വീൽ ഡീസൽ മാനുവൽ ആണ്. ഓക്കെ, 23 മോഡൽ. 23. ഓക്കെ, കിലോമീറ്റർ കിലോമീറ്റർ 32,000 കിലോമീറ്റർ ഓടിയിട്ട് സിംഗിൾ ഓണർഷിപ്പിൽ ഇരുന്ന വണ്ടി. നോർമൽ ഓട്ടം തന്നെ 3 വർഷം വരെ ഉണ്ടാവും. സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വാഹനമാണ്. എല്ലാം പ്രോപ്പർ സർവീസ് അല്ലേ? പക്ക സർവീസുള്ള വണ്ടി. നമ്മുടെ ബന്ധുവിൻ്റെ വണ്ടിയാണ്. ഓക്കെ, 2 വീലാണ് ഇത്, 4 വീൽ അല്ല. 2 വീൽ ഡീസൽ ആണ്. 2 വീൽ ഡീസലിന് പൊതുവേ മൈലേജ് എങ്ങനെ കിട്ടും? ഒരു 12. നമ്മളെ പഴയ മാനേജർ യൂസ് ചെയ്തപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് 14 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നു. പുള്ളി ലോങ്ങിലല്ല ടൗണിലോ? ശരാശരി ഇവർക്ക് 13-14 മൈലേജ് കിട്ടും. 14-15 വരെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. 14 വരെ പുള്ളിക്ക് ശരാശരി 13 എന്താ ലക്ഷോട് പറയാമോ? ഉപയോഗിച്ചോണ്ടിരിക്കുന്നതാണ്, റെഗുലർ ഇപ്പോൾ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. 2026 വരെ വാറണ്ടിയുണ്ട്. വന്നിട്ട് പകുതിക്ക് ശേഷമാണ്. കുറച്ച് മാസം കൂടെ വാറണ്ടി ബാക്കിയുണ്ട്. എടുത്താൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എത്ര ഇപ്പോൾ ചോദ്യം? എത്ര ഇപ്പോൾ നമ്മളിപ്പം ആദ്യം കാണിച്ചിരിക്കുന്ന വണ്ടികൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഇതിന് പ്രൈസ് ചോദിക്കുന്നതിന് കൂടുതലാണ്. ഇത് നെറ്റാക്കിയിട്ട് മുമ്പ് കാണിച്ച 2 വണ്ടികളെ പോലെ 12,50,000 രൂപ കൊടുക്കാം. 12.50 ഇതും കൊണ്ടുപോകും. അതായത് ഹാട്രിക് അടിക്കാം. ആദ്യത്തെ 3 വണ്ടി ഹാട്രിക് അടിക്കാണ്. വിലകളില് 12.5 ലക്ഷത്തിന് ആദ്യത്തെ 3 വണ്ടികള്. തെറ്റി പോകണ്ട, 3 വണ്ടിക്ക് ഒരേ പ്രൈസ്. 3 വണ്ടി ഏതെടുത്താലും ഒരേ പ്രൈസ്. 3 വണ്ടി കൂടി ഒരു പ്രൈസ് അല്ലേ? 3 വണ്ടി ഏതെടുത്താലും ഒരു വില. അതെ, ഓക്കെ. അപ്പോ 23 മോഡലാണ് 2 വീൽ ഡീസൽ മാനുവൽ ഹാർഡ് ടോപ്പ്. ഓക്കെ, അപ്പൊ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ഇതിന് ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ നമുക്കൊരു 11.5 എന്തായാലും കൊടുക്കും. 11.5. ഷമീർ ഒന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ മിൻഹാജാണ് കൂടെ. ഫോർച്യൂണർ ആണ് അടുത്ത വാഹനം. ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. കോഴിക്കോട് വണ്ടിയാണ്. കോഴിക്കോട് KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷനിൽ. കൊയിലാണ്ടി. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡല് 4 വീൽ ഡ്രൈവ് ആണ് കേട്ടോ. 2 വീലല്ല, ഡീസൽ ഓട്ടോമാറ്റിക്. 4 വീലാണ് വാഹനം വരുന്നത്. 2018. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്. വെറും 31,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വാവ്, ഫുൾ ഹിസ്റ്ററിലാണ്. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാ? സെക്കൻഡ് ഓണർഷിപ്പിൽ. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് അബ്ബന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്. അതാണ് ഈ ഷോറൂമിലേക്ക് ഇത് പാർക്കിംഗ് സെയിൽ വെച്ചാണ്. രണ്ട് റീസൺ അത് പാർക്കിംഗ് സെയിൽ വെക്കാൻ. ഒന്ന് അബ്ബന്റെ ക്ലോസ് ഫ്രണ്ട് ആയതും ഇനി വണ്ടി ഇത്ര കുറഞ്ഞ കിലോമീറ്റർ ഇവർ അത്ര മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി ആയതുകൊണ്ട് മാത്രമാണ്. ഉറപ്പിച്ചിട്ട് പാർക്കിംഗ് സെയിൽ അങ്ങനെ വെക്കാറില്ല. പാർക്കിംഗ് സെയിൽ നമ്മൾ അങ്ങനെ വണ്ടി അത്ര ഫോക്കസ് ചെയ്യാറില്ല. പിന്നെ എക്സ്ചേഞ്ച് വണ്ടിയൊക്കെ വരും, അതും അങ്ങനെ നമ്മൾ കാണിക്കാറില്ല. പുറത്ത് തന്നെ സെയിൽ ആവില്ല. കൂടുതലും. അതെ, ഓക്കെ. അപ്പൊ ഇത് അത്രയും ലോ കിലോമീറ്റർ വണ്ടി, അതായത് ടൊയോട്ടയുടെ ഒരു രോമത്തിന് പോലും തൊട്ടുണ്ടാവില്ല ഓട്ടം അല്ലേ? അങ്ങനത്തെ ഒരു വണ്ടി തപ്പുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റും. അതും 4 വീൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പോ ഒരു ക്ലെയിമുള്ള ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. കോഴിക്കോട് വണ്ടി, കൊയിലാണ്ടി വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. അതെ. കിറ്റ് മൊത്തം ചെയ്തിട്ടുണ്ടോ? TRD? യെസ്, ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് ചോദ്യം? എത്രയുണ്ട്? നമുക്ക് കസ്റ്റമർക്ക് ഫൈനലായിട്ട് 34,25,000 അവിടെ കൊടുക്കണം. നെറ്റായിട്ട് 14,25,000 4 വീൽ ഓട്ടോമാറ്റിക് 2018 ലോ കിലോമീറ്റർ ഫോർച്യൂണർ ആണ്. ഒറിജിനൽ കേരള. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി തപ്പുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് എടുത്തിരിക്കും. തീർച്ചയായും കിലോമീറ്റർ കുറവുള്ള വണ്ടി തപ്പുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ നമുക്ക് ഏകദേശം 30 ലക്ഷം രൂപ അടുത്ത് വരെ ലോൺ ചെയ്യും. 30 lakhs വരെ ലോൺ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്തത് ഇന്നോവ ക്രിസ്റ്റ. ഇത് കോഴിക്കോട് വണ്ടി തന്നെയാണ്. KL 11 രജിസ്ട്രേഷൻ. അതെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ V ആണ് ഓപ്ഷൻ. അപ്പോൾ ഡീസൽ മാനുവൽ ലെവൽ. ഓക്കെ, V ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. മിഡിൽ ഓപ്ഷനാണ്. മാനുവൽ. അതെ. ഓക്കെ, 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ കോഴിക്കോട് വണ്ടി. 1.5. അതെ, അത് ഫുൾ സർവീസിലാണ്. ലാസ്റ്റ് സർവീസ് വരെ കഴിഞ്ഞാണ്. കമ്പനി തന്നെ ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇതിന് വേറെ പ്രത്യേകത പറയാനുള്ളതെന്ന് വെച്ചാൽ ആക്സിഡന്റ് ഇല്ല, പക്ഷേ ഒരു റീപ്ലേസ് ഉണ്ട്. എന്താണ് അത്? മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അത് ഇവിടെ കോഴിക്കോട് ഷോറൂമിൽ വർക്കിന് കൊടുത്ത സമയത്ത് സ്പാനർ തട്ടിയിട്ട് അവിടെ തന്നെ മാറിയതാണ്. അതും കറക്റ്റ് എല്ലാം ഹിസ്റ്ററി ഉള്ളതാണ്. അതെ, അതെ. ഓക്കെ, അപ്പോൾ അടി വന്നിട്ട് പൊട്ടിയൊന്നുമല്ല, അതാണ് എടുത്ത് പറഞ്ഞത്. അത് ഗ്യാരണ്ടി. വണ്ടി ഇടിച്ചിട്ട് ആയതൊന്നുമല്ല. അതെ. ഓക്കെ, അപ്പോൾ മെയിൻ ക്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഹിസ്റ്ററിയുള്ള പ്രോപ്പർ ഹിസ്റ്ററിയുള്ള വാഹനമാണ്. V ഓപ്ഷൻ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അലോയ്സ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഒറിജിനൽ കേരള ക്രിസ്റ്റയാണ്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് ഓഫറിൽ 18,40,000 കൊടുക്കാം.
18,40 2018 ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1.10 ഓട്ടം പറഞ്ഞ 1.5 1,05,000 ഓടിയ വണ്ടി. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഒരു 20,000 രൂപ വരെ കൊണ്ടുപോകാൻ വണ്ടി. ഓക്കെ, അത്രയും ലോൺ കയറും. അത്രയും ലോൺ ചെയ്തു. ചെറിയ ഡൗൺ പേയ്മെന്റ് ആണ്, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഫുൾ ഹിസ്റ്ററി ഉള്ള ഒരു വാഹനമാണ് എടുത്തത്. ഓക്കെ, അടുത്ത വണ്ടി. അടുത്ത വാഹനം MG ഹെക്ടർ ആണ്, KL5 കോട്ടയം രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2023 മോഡൽ പെട്രോൾ മാനുവൽ ആണ്. ഓക്കെ, ഷാർപ്പ് പ്രോ എന്ന് പറഞ്ഞ വേരിയന്റ്. ഷാർപ്പ് പ്രോ ടോപ്പിന്റെ താഴെ, സാവിന്റെ താഴെ വരുന്നതാണ്. സാവി പ്രോന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. പണ്ട് ഷാർപ്പായിരുന്നു ടോപ്പ്. ആദ്യം. ഓക്കെ, പെട്രോൾ മാനുവൽ പറഞ്ഞ? പെട്രോൾ മാനുവൽ ആണ്. മാനുവൽ. ഓക്കെ, മാനുവൽ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു 1-2 കിലോമീറ്റർ മൈലേജ് അധികം ഉണ്ടാവും. അധികം കിട്ടും. എന്നാലും മൈലേജ് നോക്കുന്നവർക്ക് ഇതൊരു ചോയ്സ് ആയിരിക്കില്ല. ഓട്ടോമാറ്റിക്കിലേക്കാൾ ബെറ്റർ ആയിരിക്കും. ഫീച്ചേഴ്സ് നോക്കുന്നവർക്ക് പറ്റിയ ചോയ്സ് ആയിരിക്കും. അടിപൊളിയാണ്, രക്ഷയില്ല. പെനോറമിക് സൺറൂഫും വലിയ ഡിസ്പ്ലേ എല്ലാം വരുന്നുണ്ട്. ഗ്രില്ലും കൂടി മാറി വന്നോടെ MGന്റെ ഫ്രണ്ട് ലുക്കേ മാറി. അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. ഓക്കെ, അതെ. പിന്നെ കോട്ടയം വണ്ടിയാണ്, KL5 രജിസ്ട്രേഷൻ. ഇതിൽ തന്നെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ എന്താ മാറുന്നത് അറിയോ? കാര്യമായിട്ട് സീറ്റ് വെന്റിലേഷൻ വരും. ഇത് വരുന്നില്ല തോന്നുന്നുണ്ട്. ഓക്കെ, ആ ഒരു മാറ്റേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ എത്ര പോയി? വെറും 37,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇപ്പൊ വാറണ്ടി എത്ര വരുന്നുണ്ട്? വാറണ്ടി പറയുന്ന സമയത്ത് ഈ വർഷം വരെ വാറണ്ടി ഉണ്ടാവും. വാറണ്ടി എന്തായാലും നിലവിൽ വാറണ്ടി 10 മാസം വരെ നിലവിൽ എന്തായാലും എക്സ്റ്റൻഡ് വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ അതും അറിയാൻ പറ്റും. 10 മാസം വരെ എന്തായാലും വാറണ്ടി ഉറപ്പാണ്. എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിലവിലുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്തായാലും ഇപ്പോൾ നിലവിലുണ്ട്. അതെ, എത്ര ചോദ്യം എത്ര ഇപ്പോൾ? നമുക്ക് ഓഫർ റേറ്റിൽ 13,80,000 കൊടുക്കാം. 13,80,000 പെട്രോൾ മാനുവൽ ഷാർപ്പ് പ്രോ അല്ലേ? യെസ്, ഷാർപ്പ് പ്രോ ആണ്. 2023 അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു MG ഹെക്ടർ ആണ്. ഫുൾ ലോണും കിട്ടും അല്ലേ? ഇത്രയും വലിയ വണ്ടിക്ക് ഫുൾ ലോണും. അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ ഷമീർക്ക വീണ്ടും തിരിച്ചെത്തി. അടുത്തത് ഹോണ്ട എലിവേറ്റ് KL67 രജിസ്ട്രേഷൻ വാഹനമാണ്. എലിവേറ്റ് എങ്ങനെയാണ് ഡീറ്റെയിൽ? 2024 മോഡല് ഹോണ്ട എലിവേറ്റിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ZX വരുന്ന ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്നത്. CVT 24-27 വരെ കമ്പനി വാറണ്ടി ഇരിക്കുന്ന വാഹനമാണ്. ഓക്കെ, കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. CVT ഒരു 12 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും, അത്രയും കിട്ടും. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഇല്ല? ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 24 മോഡലുണ്ട്. പുതിയ വണ്ടിക്ക് ഏകദേശം എത്ര വരുന്നുണ്ട്? അറൗണ്ട് നിയർ ബൈ 20 lakhs അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇത് സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ് വരുന്നുണ്ട്. അതായത് ഒരു ക്രെറ്റേന്റെ ഒക്കെ കാറ്റഗറിയിൽ വരുന്ന വാഹനം. അത് CVT ഗിയർ ബോക്സ് ആണ്. ഹോണ്ടയാണ്. എഞ്ചിൻ വൈസ് ആ ട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, കോമ്പാക്ട് SUV ആണ്. ഓക്കെ, ഏറ്റവും ടോപ്പ് ഉണ്ട്. എത്രയുടെ ചോദ്യം എത്രയാണ്? നമുക്ക് 14,80,000 രൂപ കൊടുക്കാം. 20 ലക്ഷം വില വന്ന വണ്ടി 14,80,000 നിങ്ങൾക്ക് കൊണ്ടുപോകും. 24 മോഡൽ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന CVT ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. 2 വർഷം ആയിട്ടില്ല, 1.5 വർഷം കഴിഞ്ഞുള്ളൂ. അതെ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഏകദേശം ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കാം. ഫുള്ള് ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് സ്കോഡ കുഷാക്ക് KL1 തിരുവനന്തപുരം വാഹനമാണ്. അതെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? 2023 മോഡല് സ്കോഡ കുഷാക്ക് അംബീഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് TSI ഓട്ടോമാറ്റിക് 1 ലിറ്റർ. 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ്. DSG ഗിയർ ബോക്സ് അല്ല വരിക, ടോർക്ക് കൺവെർട്ടർ ആണ് വരിക. ഇതിൽ 1 ലിറ്ററിൽ 1.5 TSC വരുന്നത്. ഓക്കെ, അംബിഷൻ വെച്ചാൽ മിഡിൽ ഓപ്ഷൻ ആണ്. പുഷ് ബട്ടൺ വരുള്ളൂ അല്ല? പുഷ് സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നുണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു ക്ലെയിമും ഇല്ല. കറക്റ്റ് 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ളി കമ്പനി സർവീസ്. 35,000. 23-26 3-ാം മാസം, അതായത് മാർച്ച് 17 വരെ. ഈ മാസം 17-ാം തീയതി വരെ ഇപ്പം കമ്പനിയിൽ വാറണ്ടിയിൽ നിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ടർബോ 1 ലിറ്റർ ആണ്. മൈലേജ് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഒരു 13-15 ഒക്കെ കിട്ടുമായിരിക്കും. ആ റേഞ്ചിൽ. ഓക്കെ, എത്രയും ചോദ്യം ഇപ്പോൾ? നമുക്കൊരു 11,80,000 രൂപ കൊടുക്കാം. 11,80,000. അതെ. ഓക്കെ, കുഷാക്കാണ്. 1 ലിറ്റർ TSI അംബിഷൻ ആണ്. ഓപ്ഷൻ വരുന്നത് 23 മോഡൽ. ഇതെന്ന് വെച്ചാൽ മറ്റുള്ള കോമ്പാക്ട് SUV വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡ്രൈവിംഗ് കംഫർട്ട്, സ്റ്റെബിലിറ്റി കൂടുതലാണ് വണ്ടിക്ക്. ആ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മളിതിന്റെ വേരിയന്റ് ഹൈലൈൻ വേരിയന്റ് ടൈഗോണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെന്നാലും വിളിച്ചോ. ലോൺ എത്ര കയറും? 90% ലോൺ കൊടുക്കാം, കിട്ടും. അടുത്തതാ ഹ്യുണ്ടായുടെ ഒരു പ്രീമിയം കാറ്റഗറിയാണ്. പ്രീമിയം എന്ന് വെച്ചാൽ ഈ വണ്ടി അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 36 ലക്ഷം രൂപ വിലയുണ്ട്. ഇന്ന് ഈ വണ്ടിക്ക് 40 ലക്ഷത്തിന്റെ മേലെ, 42 ആ റേഞ്ച് വില വരുന്നുണ്ട്. ഇന്ന് പുതിയ മോഡൽ ഇറങ്ങുന്നത്. ഓക്കെ, ഹ്യുണ്ടായ് ട്യൂസൺ ആണ് വാഹനം. KL10 മലപ്പുറം രജിസ്ട്രേഷൻ അല്ല? എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ട്യൂസൺ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി.
ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. 18 മോഡലാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ആണ്, ഗിയർ ബോക്സ് വരിക. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ എഞ്ചിൻ. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വാഹനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് തന്നെ ഇതിലുള്ളൂ. പക്ഷേ ട്യൂസൺ എടുക്കുന്ന ആളുകൾ, ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ തീർച്ചയായും ഈ ഒരു പ്രൈസും കൂടി കേൾക്കും, എന്തായാലും ഇത് വന്നെടുക്കും. നമുക്കൊരു ക്രെട്ടൻ്റെ പ്രൈസ് നമ്മൾ കൊടുക്കാം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 1,18,000 ഓടി, 1,18 ഓടിയിട്ടുണ്ട്. ഫുള്ളി കമ്പനി സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസ് ഇത് നമുക്ക് ഒരു 11,80,000 രൂപ കൊടുക്കാം. ഒരു 11,80,000 ക്രെറ്റയുടെ വിലയിലേക്ക് വണ്ടി എത്തി അല്ലേ? ഓക്കെ, 36 ലക്ഷം അന്ന് വില വന്ന വണ്ടിയാണ്. 11,80,000 ഒറിജിനൽ കേരള ട്യൂസൺ നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് അത് ഡീസൽ. ഓക്കെ, അപ്പോൾ ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉണ്ടോ? 100%. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് 100% ലോൺ. ഫുൾ ലോൺ വരും. 10 ലക്ഷത്തിന്റെ മേലെ കയറാൻ എന്തായാലും ട്രാക്ക് വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടുന്ന ട്യൂസൺ ആണ്. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വേറെ മോഡൽ ക്രെറ്റോ അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനേക്കാളും പെർഫോമൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ട് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു നോക്കാം. അത് വന്നിട്ടൊന്ന് എടുത്തു നോക്കിയത് നിങ്ങളൊന്ന് വേറെയിലേക്ക് ചിന്തിച്ചോ. അടുത്ത വണ്ടിയിലേക്ക് ഇനി 3 സെൽട്ടോസ് ആണ് വരാൻ പോകുന്നത് അല്ലേ? ഇത് കേരള 7 രജിസ്ട്രേഷൻ ആണ്, എറണാകുളം വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ കിയ സെൽറ്റോസ് HTX ഡീസൽ ഓട്ടോമാറ്റിക് ന്യൂ ടൈപ്പ്. ഓക്കെ, GT ലൈനിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ് STX. പുഷ് ബട്ടൺ അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, വയർലെസ് ചാർജർ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. പാനോറാമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 16-17 ഒക്കെ കിട്ടും. 18 വരെ കിട്ടുന്ന ആളുകളുണ്ട്. ഓക്കെ, 18 വരെ കിട്ടുന്നുണ്ട്. നല്ല പെർഫോമൻസിലുണ്ട്. പിന്നെ ഓട്ടോ എത്ര പോയി? വെറും 22,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 22,000 അല്ല, 23 8 മാസം 8 മാസം ന്യൂ ടൈപ്പിൽ ഇറങ്ങിയ വണ്ടി. 26 8 മാസം വാറണ്ടി, നിലവിൽ വാറണ്ടി വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന സെൽട്ടോസ് ആണ് കേട്ടോ. ഫുൾ സർവീസ് എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എത്രയാ ചോദ്യം? എത്രയാ? നമുക്ക് 17,80,000 രൂപ. 17,80,000 ന്യൂ ടൈപ്പ് സെൽറ്റോസ്. അത് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും? അന്ന് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 23 ലക്ഷം രൂപ അടുത്തുണ്ടാവും. 23. ഇപ്പൊ 17,80,000 ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. വില ഫൈനലാണോ അല്ലെങ്കിൽ മറ്റേ നെറ്റാണ്? ഇനി ചെറുതായിട്ട് എന്താ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടി നമ്മൾ നേരത്തെ കണ്ട സെൽട്ടോസിനേക്കാൾ ഒരു 4 ദിവസം മുന്നേ രജിസ്റ്റേർഡ് ആയ വണ്ടിയാണിത്. ഇത് 17/8/2023 രജിസ്റ്റേർഡ് ആയതാണ്. ഓക്കെ, മറ്റേ 21/8/2023. അങ്ങനെ ഒരു ബന്ധം കൂടെ ഉണ്ട്. അതെ, ഓക്കെ, അതും നല്ലൊരു അടിപൊളി കളറാണ്, ഗ്രീൻ ടൈപ്പ്, ഒരു ഒലിവ് ഗ്രീൻ ടൈപ്പ്. പിന്നെ KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഏറ്റവും ടോപ്പനാണല്ലേ? GT ലൈൻ ആണ്, ഏറ്റവും ടോപ്പൻ്റാണ്. പെട്രോൾ ആണ്. 2023 മോഡൽ സെൽറ്റോസ് GT ലൈൻ പെട്രോൾ ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് ന്യൂ ടൈപ്പ്. അതും ന്യൂ ടൈപ്പ് തന്നെ. നേരത്തെ കണ്ട ഡീസൽ ആയിരുന്നു. രണ്ടും ന്യൂ ടൈപ്പ് തന്നെ. രണ്ട് ന്യൂ ടൈപ്പ്. ഇത് ഓട്ടോമാറ്റിക് പെട്രോൾ. ഇതിന് എനിക്ക് തോന്നുന്നു 15 വരെയൊക്കെ ലോങ്ങിന് മൈലേജ് 15 ലോങ് കിട്ടിയാലേ ഒരു 12 ശരാശരി ഞാൻ പറയുന്നു. ടൗണിലൊക്കെ ആ റേഞ്ച് കണ്ടാൽ മതി. ഓട്ടോ എത്ര പോയി? 68,000 കിലോമീറ്റർ ഉണ്ട്. ഉണ്ടാവും, മൈലേജ് ഉണ്ട്, അത്രയും ഓടിയിട്ടുണ്ടല്ലോ. 68,000. മേജർ ആയിട്ടുള്ള ക്ലെയിം എന്തെങ്കിലും? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് ഗ്രില്ല് ഒരിക്കലും മാറിയിട്ടുണ്ട്. ഗ്രില്ല് ബമ്പറിന്റെ ക്ലിപ്പും മാറിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല തൊടുത്തുള്ള. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മാറിയതാണ്. മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. പിന്നെ ഇതിൽ സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, അലോയ്സ്, സൺറൂഫ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു കോമ്പാക്ട് SUV ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. പിന്നെ എത്ര അതിന്റെ ചോദ്യം? നമുക്ക് 15,90,000 രൂപ കൊടുക്കാം. 15,90,000. ഇത് അന്നിറങ്ങുമ്പോൾ ഏകദേശം 23 മുകളിൽ പെട്രോൾ അല്ലേ? ആ റേഞ്ചിൽ എന്തായാലും ഉണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ 15,90,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? ഏകദേശം ഒരു 95% 100% വരെ കൊടുക്കണം. ഇത് വാറണ്ടിയിലാണ് ഉള്ളത്. അടുത്ത വണ്ടിയിലേക്ക് ആദ്യം നമ്മൾ മധ്യ കേരളം കണ്ടു, പിന്നെ ഉത്തര കേരളം കണ്ടു, ഇനി തെക്കൻ കേരളം അല്ലേ? തലസ്ഥാനം. അതെ, തിരുവനന്തപുരം വാഹനമാണ്. സെൽട്ടോസ് തന്നെ, പക്ഷേ ഇത് പഴയ ഷേപ്പാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡല് സെൽട്ടോസ് HTX ഡീസൽ മാനുവൽ. ഓക്കെ, HTX. ഇതും ഫസ്റ്റ് കണ്ട അതേ ഓപ്ഷൻ തന്നെ, STX ഡീസൽ മാനുവൽ ആണ്. ഇത് മറ്റേ ഓട്ടോമാറ്റിക് ആയിരുന്നു. അപ്പൊ എല്ലാ സെഗ്മെന്റും ഉണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, ഡീസൽ മാനുവൽ ഉണ്ട്, പെട്രോൾ മാനുവൽ കൂടി. എല്ലാം കൂടെ സെൽറ്റോസ് കാണിച്ചിട്ട് അടുത്ത കമന്റ് വരണ സെൽറ്റോസ് ഒരു 6 ഉണ്ട് കയ്യിൽ. ഇത് എത്ര ഓടി? ഇത് നമ്മൾ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ളി കമ്പനി സർവീസ് ആണ്. മൈലേജ് കിട്ടും. അതുകൊണ്ട് മൈലേജിന്റെ ഒരു 18ന്റെ മുകളിൽ മൈലേജ് കിട്ടും. അതുകൊണ്ട് തന്നെ ഓട്ടോ ഉണ്ട്. കറക്റ്റ് സർവീസ് ആണ്. വെൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. ഓണർഷിപ്പ് സിംഗിൾ. ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നുമില്ല. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് 11,90,000 രൂപ കൊടുക്കാം.
1190 2022 മോഡൽ HTX ഡീസൽ മാനുവൽ സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 85,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഒരു ക്ലെയിമില്ലാത്ത വണ്ടി. ലോണ് ഒരു 11 ലക്ഷം വരെ കിട്ടും, ഈസി ആയിട്ട് കിട്ടും. ഓക്കെ. അതിന്റെ മേലോട്ട് ചാൻസ് ഉണ്ടോ? ഉണ്ട്, നല്ല കസ്റ്റമറുകൾ അതിന് ഒരു 11 വരെ കിട്ടാൻ സാധ്യത ചാൻസ് ഉണ്ട്. അടുത്തത് MGയുടെ ഗാനമേളയാണ്. അതെ, MG ഓരോ സീരീസ് ആയിട്ട് കാണിക്കും. ഓക്കെ. അപ്പോൾ MG ഹെക്ടർ ആണ് ആദ്യത്തത്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2020 മോഡല് MG ഹെക്ടർ ഷാർപ്പ് CVT ഓട്ടോമാറ്റിക്. CVT ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഷാർപ്പ് 2020. ഓക്കെ. ഓട്ടോ എത്ര പോയി? ഒരു 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ഡോക്ടർ ഓണർഷിപ്പ് ഉള്ളത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 8-10 ആ റേഞ്ച് കണ്ടാൽ മതി. പക്ഷേ കംഫർട്ട് എല്ലാം കൊണ്ട് തന്നെയാണ് ഈ വണ്ടി പോകുന്നത്. നല്ല സ്പേസ്, ഡ്രൈവിംഗ് സുഖം എല്ലാം ലോങ്ങിലൊക്കെ വർണ്ണിക്കാൻ ഒരുപാടുണ്ട്. അത്രയും മൂവിംഗ് ഉണ്ട് ഈ വണ്ടി അല്ലേ, പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. എക്കണോമിക്കൽ ആണെങ്കിൽ നോക്കണ്ട, അത് നോക്കണ്ട, സുഖം പെർഫോമൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. പെർഫോമൻസ് സുഖം ഉണ്ടാവും അല്ലേ, യാത്രാ സുഖം. നമുക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന ഒരു വണ്ടിയാണ് നമ്മൾ MG ഹെക്ടറും ഹെക്ടർ പ്ലസും ആസ്റ്ററും. നമ്മൾ മാസത്തിൽ എന്തായാലും മിനിമം 5 വണ്ടി മിനിമം. യൂസ് കാർ മേഖല അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു സെഗ്മെന്റ് ആയത്. ഓക്കെ. അപ്പോൾ എത്രയും ചോദ്യം എത്ര ഓട്ടം പറഞ്ഞോ? നമ്മൾ 40,000 40,000 20 മോഡലാണ്. എത്ര ചോദ്യം? നമ്മൾ 11.5 ലക്ഷം ചോദിച്ചു. നമുക്ക് റമദാൻ ഓഫറായിട്ട് 11.25 ലക്ഷം രൂപ കൊടുക്കും. ഓക്കെ. റമദാൻ ഓഫർ 11,25,000 രൂപ ഫൈനൽ. ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 11 രൂപ ഈസി ആയിട്ട് കൊടുക്കാം. 20 ഷാർപ്പ് ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. അടുത്ത വണ്ടി. അടുത്തത് MGയുടെ ഒരു ചെറിയ സെഗ്മെന്റ് ആണ്, കോമ്പാക്ട് SUV MG ആസ്ട്ര ആണ്. ആസ്ട്ര എന്ന് വെച്ചാൽ എന്താ പറയുക, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വണ്ടി തന്നെയാണ് അല്ലേ. ഓക്കെ. KL 27 രജിസ്ട്രേഷൻ ആണ്. ഇത് ഏറ്റവും ടോപ്പ് ആൻഡ് അല്ലേ, ഏറ്റവും ടോപ്പ് ആൻഡ് സാവി പ്രോ എന്ന് പറഞ്ഞ മോഡൽ. സാവി പ്രോ 2024 മോഡല് MG ആസ്റ്ററിന്റെ സാവി പ്രോയില് ടോപ്പ് ആൻഡ് CVT പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. മൈലേജ് ഒരു 12-13 ഒക്കെ കിട്ടും. ഒരു 11-12 എന്തായാലും കിട്ടും. 11-12 വരെ മൈലേജ് കിട്ടും. പക്ഷെ ഇതും നല്ല കംഫർട്ടാണ്, അടിപൊളി വണ്ടിയാണ്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ഗ്രില്ലാണ് അല്ലേ. ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. അല്ല, ഫീച്ചർ വൈസ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമായിരിക്കും അല്ലേ, 27 വരെ. അതെ, 2024 കിലോമീറ്റർ വെറും കുറഞ്ഞ കിലോമീറ്റർ 13,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 13,000 കിലോമീറ്റർ. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? 19,35,000 രൂപയാണ് ഇപ്പോഴത്തെ വില വരുന്നത്. ഇപ്പോഴത്തെ വില 19-35. അപ്പോൾ അന്നും ഏകദേശം അതിനടുത്ത് തന്നെ ഉണ്ടാവും അല്ലേ. ഓക്കെ. എത്ര ഷമീർക്ക് ഇപ്പോൾ ഓഫറായിട്ട് പറയുന്നത്? നമ്മളിത് പറഞ്ഞ പോലെ റമദാൻ ഓഫറായിട്ട് ഒരു സ്പെഷ്യൽ നെറ്റ് പ്രൈസിൽ കൊടുക്കുക 11,95,000 രൂപ കൊടുക്കും. 11,95 അല്ലേ, ഏകദേശം 12. അപ്പോൾ 7 ലക്ഷത്തിന്റെ അടുത്ത്, 7 ലക്ഷത്തിനടുത്ത് അത്രയും മാറ്റം. 8 lakhs നിയർ ബൈ, വെറും 13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പുതിയത് എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും ആഗ്രഹിച്ചു എന്തായാലും വന്നോളൂ കേട്ടോ. സ്റ്റൈലിഷ് കോമ്പാക്ട് താല്പര്യം വന്നോ. ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓൺ 100%. ഓക്കെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം MG ഹെക്ടർ ന്യൂ ഷേപ്പ് തന്നെയാണ്. നമ്മൾ നേരത്തെ കാണിച്ച ആ റെഡിന്റെ ആ ന്യൂ ഷേപ്പ് തന്നെ, സെയിം. KL 45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2023 മോഡല് MG ഹെക്ടർ ഏറ്റവും ടോപ്പ് ആൻഡ് വരെ സാവി പ്രോ എന്ന് പറയുന്നത്. സാവി പ്രോ പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. ഏറ്റവും ടോപ്പിന്റെ വാഹനം. അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 23,70 വണ്ടി ഇപ്പം ഉണ്ടല്ലേ. അപ്പൊ അന്ന് 20 കൂടുതലുണ്ടാവും. GST കുറഞ്ഞായിരിക്കും. GST പിന്നെ കൂടാൻ പോവാ, അതിന് വില കൂടാൻ പോവാണ്, പിന്നെയും കൂടാൻ പോവാ. ഓക്കെ. അപ്പോൾ അതിന് മുന്നേ പെട്ടെന്ന് എടുത്തോ. ഓട്ടോ എത്ര പോയത്? 35,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത്. 26 വാറണ്ടിയിലായിരിക്കും അല്ലേ ഇപ്പൊ? 26 വാറണ്ടിയിലാണ്. വാറണ്ടിയിലായിരിക്കും. ചെക്ക് ചെയ്യാം. വർഷം ഇവിടെ കാണുന്നില്ല, അതുകൊണ്ടായ വർഷം മാസം കാണുന്നില്ല. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടോ എത്ര പോയി? 35,000. ഓക്കെ. എത്ര ചോദ്യം ഇപ്പോൾ? നമുക്ക് 15,40,000 രൂപ കൊടുക്കും. ഫൈനൽ ടൈപ്പ് ഓഫർ ഗ്രില്ല് വരുന്നത്. ഓക്കെ. 15-40, അതായത് ഏകദേശം 8 ലക്ഷത്തിന്റെ മുകളിൽ മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ. ഈ ഒരു വർഷം കൊണ്ട് തന്നെ 8 ലക്ഷത്തിന്റെ മേലെ മാറ്റം വന്നു കഴിഞ്ഞു. ഫുൾ ഓൺ കിട്ടും. ഫുൾ ഓൺ കൊടുക്കുക. നിങ്ങളൊരു MG നോക്കുന്ന ആളാണെങ്കിൽ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്തോളൂ നമ്മുടെ ഷോറൂം. കാരണം നമ്മുടെ അടുത്ത് ഇനിയും MG ഒരു 4 മാറിയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. MG എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കിക്കോ. മൊത്തത്തിൽ വേറെ വണ്ടികളുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. തൽക്കാലം നമ്മൾ നിർത്താറുണ്ട്. നമ്മുടെ അടുത്ത് കാരൻസ് ചെയ്യാറുണ്ട്, ക്രട്ട ചെയ്യാറുണ്ട്, അതെല്ലാ വണ്ടികളും ഒരുപാടുണ്ട് ഇവിടെ ചെയ്യാൻ. സമയം ഇതിന് അനുവദിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് ഏത് വണ്ടി നോക്കുകയാണെങ്കിലും നിങ്ങൾ സ്ക്രീനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. നമ്മൾ റീൽസിൽ മൊത്തം കാണിച്ചു തരാം അല്ലേ, ഏകദേശം കാണിക്കാം. ഓക്കെ. അപ്പോൾ ഷമീസ് കാസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മറന്നു വേണ്ട, 10 ലക്ഷത്തിൻ്റെ മേലുള്ള വണ്ടികളാണ് നമ്മൾ ഇവിടെ കാണിച്ചത്. ഇനി അതിൻ്റെ താഴെയുള്ള വണ്ടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷമീസ് കാസ് പ്രൈഡിലേക്ക് ഈ നമ്പറിലേക്ക് തന്നെ വിളിച്ചാലും അവർ കണക്ട് ചെയ്ത് തരും. ഓക്കെ. അതിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ താങ്ക് യു, എല്ലാവർക്കും നന്ദി, ബൈ.